ശംഖുമുഖത്ത് കുറച്ച് SFIക്കാരെ ആക്രമിച്ചതിന്റെ പേരിൽ ഒരു പോലീസുകാരനെ ഒരു മാളിലിട്ട് ആക്രമിക്കുന്നു. അതിനുശേഷം കേസെടുക്കുമ്പോൾ SFIക്കാർക്ക് ക്ലീൻ ചീറ്റും പോലീസുകാരന് ജാമ്യമില്ലാ വകുപ്പും. എന്താണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ സംഭവിക്കുന്നത്? ഈ പറയുന്ന കേസിൽ ആദ്യം ശംഖുമുഖത്ത് ഒരു പ്രശ്നം നടക്കുന്നു. സ്വാഭാവികമായും പോലീസുകാരാണ് ക്രമസമാധാന നടപടി എന്നുള്ള നിലയിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ പോലും ഇത്തരത്തിൽ വലിയൊരു അടി നടന്നപ്പോൾ ചേട്ടൻ ആദ്യം പോയിട്ട് പോലീസുകാരെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസുകാരുടെ ഡ്യൂട്ടി അവരത് ചെയ്തു, യൂണിഫോമിലായിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിനുശേഷം ആ ഒരു വൈരാഗ്യം ഈ SFI പ്രവർത്തകർ കാണിക്കുന്നത് പിന്നീട് മാളിൽ ഇദ്ദേഹത്തിന്റെ ഫാമിലിപരമായിട്ട് പേഴ്സണൽ ടൈമിൽ മാളിൽ പോകുന്ന സമയത്ത് അദ്ദേഹം യൂണിഫോമിലല്ലായിരുന്നു. ഈ യുവാക്കൾ ഇദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒന്നും തിരിച്ച് പ്രതികരിച്ചില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം കേസ് എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യമില്ലാ വകുപ്പിൽ കേസ് എടുത്തിരിക്കുന്നു. മറ്റവർക്ക് ഈ പറയുന്നത് പോലെ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജാമ്യത്തോട് പുറത്തിറങ്ങാൻ സാധിക്കുന്ന വളരെ ക്ലീൻ ചീറ്റ് നൽകി എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഈ കേരളത്തിൽ ഇപ്പോൾ ഇരട്ട നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അതായത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസുകാർക്ക് പോലും സേഫ് അല്ല കേരളത്തിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആദ്യത്തെ വിഷയത്തിൽ, അതായത് SFIക്കാരെ ഈ പോലീസുകാരൻ അടിച്ച വിഷയത്തിൽ ഞാൻ SFIക്കാരോടൊപ്പമാണ്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്നത്തെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് വെറും പാറാവുകാരും മാത്രമായിട്ട് മാറുന്ന ഒരു സംവിധാനം. തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പാറാവുകാരെന്ന് ചേട്ടൻ ഉദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നവർ വിളിച്ചു പറയുന്നതനുസരിച്ചാണ് ഇന്നിപ്പോൾ താഴെക്കിടയിലുള്ള ഏതൊരു പോലീസുകാരും ചെയ്യാൻ സാധിക്കുള്ളൂ. അവർ വാങ്ങിക്കുന്ന ശമ്പളത്തിന് അവരുടെ മുകളിലുള്ള ആളുകൾ എന്ത് പറയുന്നു അതനുസരിച്ച് അവർ ചെയ്യുന്നത് അവരുടെ നിവൃത്തികേടാണ്, അല്ലാതെ അവരുടെ അഹങ്കാരത്തെ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഈ നിവൃത്തികേടിന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കുറച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പൂരം കലക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് പോലീസുകാരാണ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങൾ, ഉത്സവങ്ങൾ എടുത്തു നോക്കുക, ഏറ്റവും കൂടുതലും അലങ്കോലമാക്കുന്ന ആരാണ്? ഇവിടുത്തെ കേരളത്തിലെ പോലീസാണ്. ഒരു കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞാൽ ആ കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വെറുതെ അടിച്ചൊടിക്കുന്ന ഒരു പോലീസ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ SFIക്കാർ ആ പോലീസുകാരെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള അടിയാണ്, പിണറായി വിജയന് നേരെയുള്ള അടിയാണ്. തീർച്ചയായിട്ടും. എന്നിട്ടും ആർക്കാണ് ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ യഥാർത്ഥത്തിൽ SFIക്കാർക്ക് ആവശ്യത്തിലധികം നീതി ലഭിച്ചു എന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥന് അയാൾ യൂണിഫോമിൽ, എന്നാൽ നമുക്കിത് പറയാൻ കാരണമുണ്ട്. അതായത് യൂണിഫോമിലായിരുന്നപ്പോൾ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഓർഡർ അനുസരിച്ചായിരിക്കും എന്നുള്ളത്. യൂണിഫോമിലല്ലാത്തപ്പോൾ അദ്ദേഹം ഒരു ചെറുവിരൽ പോലും അനക്കാതെ അവർ മർദ്ദിച്ചപ്പോൾ കൊണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വ്യക്തിപരമായി അദ്ദേഹം ചെയ്തതല്ല എന്ന് മനസ്സിലാവും. ഈ വിഷയത്തിൽ എനിക്ക് രണ്ട് അഭിപ്രായമുണ്ട്. അഭിപ്രായം എന്ന് പറയുന്നത്, ആദ്യത്തെ വിഷയത്തിൽ ഞാൻ SFIക്കാരോടും രണ്ടാമത്തെ വിഷയത്തിൽ ഞാൻ പോലീസുകാരോടുമാണ്. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ആദ്യത്തെ വിഷയത്തിൽ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്രോശിച്ചുകൊണ്ട് വന്ന് അടിക്കുന്നതും ചീത്ത വിളിക്കുന്നതുമായിട്ടുള്ള പോലീസുകാരനെയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ചർച്ച ചെയ്തപ്പോൾ ചേട്ടൻ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമാണ് പോലീസുകാരുടെ സിറ്റുവേഷനെ കുറിച്ചിട്ട്. അവർക്ക് അത്രത്തോളം പ്രഷർ അവരുടെ തലയിലുണ്ട്. അവരുടെ പ്രഷർ നീക്കാനുള്ള ആളുകളല്ല കേരളത്തിലെ മനുഷ്യർ. കേരളത്തിലെ ഓരോ പൊതു പൗരൻ എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ആളുകളല്ല, അനാവശ്യമായിട്ട് അടിക്കാനുള്ള. ഞാൻ പറയാം, SFI മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പിട്ടായിരുന്നു അടൂർ ഒരു ഫാമിലി ഒരു ബാറിന്റെ മുന്നിൽ ഒരു വണ്ടി നിർത്തി ഇടുകയായിരുന്നു. നേരെ പോലീസുകാർ വന്നിട്ട് ആ ഫാമിലിയെ മുഴുവൻ അടിച്ചൊടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഒന്ന് ആലോചിച്ചു. അതേപോലെ തന്നെ പോലീസിന്റെ കയ്യിൽ നിന്നും വീഴ്ച വന്നിട്ടുള്ള എത്ര സംഭവങ്ങൾ കേരളത്തിലെ ഓരോ ഉത്സവങ്ങളും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഉത്സവം അലങ്കോലമാക്കാനായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യർ, അല്ലെങ്കിൽ ഉത്സവ പരിപാടി കാണാൻ വരുന്ന, അലങ്കോലപ്പെടുത്താൻ നിൽക്കുന്ന ആളുകളെയല്ല, പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യരെ അടിച്ചോടിക്കുന്ന പോലീസിനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എല്ലാ പോലീസുകാരും നമുക്ക് ഒരുപോലെ അങ്ങനെ കാണാൻ സാധിക്കും. അതൊരു ജനാധിപത്യ വിരുദ്ധമല്ലേ? എല്ലാ പോലീസുകാരുമല്ല. ഇത് ഒന്നോ രണ്ടോ വിഷയമായിരുന്നെങ്കിൽ നമുക്ക് പോട്ടെ എന്ന് പറയാം. ദിനം പ്രതി വരുന്ന വാർത്തകളാണെങ്കിൽ ഇത് കൃത്യമായിട്ട് നടക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിന് ശേഷം ഈ പോലീസുകാരനെ ആക്രമിച്ചിട്ട് അവർക്കൊരു നീതിയും അല്ലെങ്കിൽ അവർക്കൊരു നയവും ഈ പോലീസുകാരന് വേറൊരു നയം എടുത്തത്? അവിടെയാണ് വിഷയം, അവിടെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിന്റെ തലയടിച്ചു പൊട്ടിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂക്ക് തല്ലിപ്പൊടിക്കുന്ന ഒരു വിഷയം. അന്ന് ഇവിടത്തെ CPM-കാർ എന്തെല്ലാം മെഴുകിയെന്ന് നമ്മൾക്കറിയാം കൃത്യമായിട്ട്. അത് പോലീസുകാരുടെ അഹങ്കാരം തീർക്കാനുള്ള, പോലീസുകാരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള, ഒരാളെ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അവനെ ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള പോലീസിന്റെ നയം തന്നെയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പിട്ട് ഒരു യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനകത്തിട്ട് മൃഗീയമായി തല്ലി, അതായത് അത്രത്തോളം ക്രൂരമായി തല്ലുന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം കോടതിയിൽ പോയതിനു ശേഷമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നിട്ടാണ് ആ പോലീസുകാരനെതിരെ നടപടിയെടുക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ പോലീസ് സംഘങ്ങൾ കേരളത്തിൽ കൂടി വരികയാണ് എന്നുള്ള റിപ്പോർട്ട്.
ആ റിപ്പോർട്ടും പിണറായി വിജയൻ സർക്കാരിന്റെ മേശപ്പുറത്തിരിപ്പുണ്ട്. കേരളത്തിലെ പോലീസ് സർവീസിൽ കൂടി വരുന്ന ക്രിമിനലുകൾ, എങ്ങനെയാണ് ക്രിമിനലുകൾ കൂടുന്നത്? പിൻവാതിൽ വഴിയുള്ള നിയമനങ്ങൾ. അതെ, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് SFIക്കാരെയും DYFIക്കാരെയും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളെയും തിരികെ കയറ്റുന്ന സാഹചര്യം. അപ്പോ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടുമെന്നുള്ള രീതിക്ക് ശംഖുമുഖത്ത് അഭ്യാസം കാണിച്ചുകൊണ്ടിരുന്നപ്പം SFIക്കാരാണോ AYFകാരാണോ KSUക്കാരാണോ എന്നൊന്നും പോലീസ് നോക്കില്ല, നേരെ ചെന്ന് ആക്രമിച്ചു. പക്ഷെ ആക്രമിക്കുന്നതിന് മുമ്പിട്ട് ആ പോലീസുകാർക്ക് എന്താണ് വിഷയമെന്ന് അവരെ വിളിച്ചു നിർത്തി ചോദിക്കാൻ തീർച്ചയായിട്ടും ചെയ്യാമായിരുന്നു. പോലീസിനെ പൂർണ്ണമായും നമുക്ക് ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന വ്യക്തികൾ പിന്നീട് അതൊരു വ്യക്തിവൈരാഗ്യമായി മനസ്സിൽ വെച്ചുകൊണ്ട് അയാൾ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ന്യായീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അവിടെയാണ് വിഷയം. ഇപ്പോ SFIക്കാരെ സംബന്ധിച്ച് SFIക്കാര് ആക്രമിച്ചു. SFIക്കാര് ആക്രമിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാകരുത് എന്ന് കൃത്യമായിട്ട്, അതായത് ഇപ്പോൾ SFIക്കാര് മാളിൽ ചെന്നിട്ടാണ് ആക്രമിക്കുന്നത്. ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാര് പണ്ട് തൊട്ടേ പോലീസുകാരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. അതായത് ശല്യക്കാരനായിട്ടുള്ള പോലീസുകാരെ, അതായത് എന്ത് വിഷയമാണെങ്കിലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന പോലീസുകാരെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പോലീസുകാരെ വീട്ടിലേക്ക് ഒന്നെങ്കിൽ ജനലിലെ ഗ്ലാസ് പൊട്ടിക്കുക, അല്ലെങ്കിൽ കതവ് നശിപ്പിക്കുക, അല്ലെങ്കിൽ തെരുവിൽ ഇറങ്ങുമ്പോൾ അടിക്കുക. ഇത് തന്നെയാണ് പണ്ട് തൊട്ടും പോലീസുകാരെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി. പക്ഷെ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പോലീസുകാരനെതിരെ വളരെ വലിയ, അതായത് ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം SFIക്കാർ വന്നിട്ട് മാളിൽ തന്റെ സഹോദരിയുമായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്നൊരു വളയുണ്ടായിരുന്നു. ആ വള ഊരിയിട്ട് എല്ലാവരെയും ആക്രമിക്കുന്ന ഒരു ദൃശ്യങ്ങൾ, അദ്ദേഹം മാറിപ്പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം തിരിച്ച് സ്വയരക്ഷ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്വയരക്ഷയ്ക്കാണ് അദ്ദേഹത്തിന് ജാമ്യമില്ലാ വകുപ്പിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അവിടെ SFIക്കാർക്കെതിരെ അത് ചെറിയ കുറ്റകൃത്യങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തതാണ് ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ പറയുന്ന SFIക്കാർ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പോലീസുകാരെ കൊണ്ടൊരു നേട്ടമൊന്നുമില്ല. ഈ ഒരു കാലം കഴിഞ്ഞാൽ, ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുതിയ സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായും ഇന്നിപ്പോൾ CPM-നൊപ്പം നിൽക്കുന്ന പോലീസുകാർ തീർച്ചയായിട്ടും ഇനി കോൺഗ്രസിനൊപ്പം ഭരണമാറ്റം ഉണ്ടായാൽ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നുള്ളത് കൃത്യമായി പാർട്ടിക്ക് അറിയാം. അപ്പോഴും കൂടെ നിൽക്കാൻ പോകുന്നത് SFI ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം ഒരുപക്ഷെ SFIക്ക് ഒരു മുൻതൂക്കം നൽകി പോലീസുകാരെ തഴഞ്ഞിട്ടുള്ളത്. എന്തായാലും ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാരെ പോലും സംരക്ഷിക്കാനോ കൺട്രോൾ ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ കുറവാണ്. ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർക്ക് പോലും സംരക്ഷണമില്ലെങ്കിൽ കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്കാണോ സംരക്ഷണം കിട്ടുന്നത്? അത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്. പോലീസുകാരന് സംരക്ഷണം കിട്ടുന്നെങ്കിൽ പിന്നെ അവിടെ പരാതി പറയാൻ വരുന്ന ഏത് സാധാരണക്കാരനാണ് അവന്റെ വിഷമങ്ങൾ മാറ്റാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയുന്നത്? ആ പോലീസുകാരാണോ ഇത് പറയുന്നത്? അവിടെയാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോ ഈ വിഷയവുമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പോലീസുകാരന് കിട്ടുന്ന നീതിയുണ്ട്, സിസ്റ്റം കൊടുക്കേണ്ട ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അദ്ദേഹം പോലീസുകാരനാണ്. പോലീസ് സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവും. അവിടെ നമുക്കറിയാം പോലീസുകാരെ സംബന്ധിച്ച് വെറുതെ നിൽക്കുകയല്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദേഷ്യം വരും, വൈരാഗ്യം വരും, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരും. അതെല്ലാം കൃത്യമായി ഹാൻഡിൽ ചെയ്ത് വേണം ഒരു പോലീസുകാരൻ മുന്നോട്ട് പോകാൻ. അതിനകത്തൊന്നും പോലീസുകാരോട് നമുക്ക് അവർ ചെയ്ത് തെറ്റാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അനാവശ്യമായിട്ട് അടിക്കുന്ന പോലീസുകാരുടെ എണ്ണം കൂടി വരികയാണ്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ പോലീസ് സംവിധാനത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് നട്ടലില്ലാത്ത ആരെങ്കിലും ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് SFI ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് വരെ തല്ലി തകർത്ത് വന്ന SFIക്കാരെ നമുക്കറിയാം. അന്ന് പാർലമെന്റിൽ വരെ ചർച്ച ചെയ്ത വിഷയമാണ്. SFIയെ നിരോധിക്കണം എന്ന് വരെ പാർലമെന്റിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു സാഹചര്യം, SFI പലതവണ താക്കീത് ചെയ്യുന്ന ഒരു സാഹചര്യം. എന്തിനു പറയുന്നു? ഇതിലെ തലമുതിർന്ന നേതാക്കന്മാർ വരെ SFIയെ ചങ്ങലക്കിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവരെ നിയന്ത്രിക്കുന്നത് ചില നേതാക്കന്മാരാണ്. ചില നേതാക്കന്മാരുടെ വാലാട്ടിപ്പട്ടികളായിട്ട് ചില SFIക്കാർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ സംഘടനയ്ക്ക് നാണക്കേടോട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്.